കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ലോക നിലവാരം പുലർത്തുന്ന കേരളത്തിൽ ചിലയിടത്ത് വീടുകളിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും മറ്റു കാരണങ്ങളാലും ഒക്കെ നടക്കുന്ന ഇത്തരം ക്രൂരതകളുടെ ഇരകളാകുന്നുണ്ട് അമ്മമാരും കുഞ്ഞുങ്ങളും. ഇന്നും ഇടുക്കിയിലെ വീട്ടിൽ പ്രസവത്തിൽ ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടമായി. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടെ ആദ്യമേ ആ വിഷയത്തിലേക്ക് കടക്കാം. മരണക്കളിയായി വീട്ടിലെ പ്രസവം, ഇതാണ് ഇന്ന് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. നമുക്കറിയാം, ശാസ്ത്രീയവും ആധുനികവും ഒക്കെയായിട്ട് ചികിത്സാ സൗകര്യങ്ങളൊക്കെ ലഭ്യമാകുന്ന ഈ കാലത്താണ് ഈ വീടുകളിലെ പ്രസവം നടത്തുന്നത്. അത് അങ്ങേയറ്റം അജ്ഞതയും അറിവില്ലായ്മയുമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടതുമാണ് പല സംഭവങ്ങളിലൂടെ. അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവനെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ള ഉറപ്പുണ്ടായിട്ടും ഈ രീതി തുടരുന്നത്, ഇല്ലെങ്കിൽ ഈ രീതി തെരഞ്ഞെടുക്കുന്നത് ആ അവസ്ഥ കാരണമാണെങ്കിൽ ആ സാമൂഹിക അവസ്ഥ അത് മാറേണ്ടതുണ്ട്. ആ സാമൂഹിക അവസ്ഥയിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നതെങ്കിൽ അത് മാറ്റേണ്ടതുമുണ്ട്. ഇനി അത് വിശ്വാസത്തിന്റെ പേരിലാണെങ്കിൽ അത് അംഗീകരിക്കാനാകുന്നതുമല്ല. അതൊരു പിന്നോട്ട് നടത്തമാണ്. കേരളത്തിനെ ലോകം നോക്കിക്കാണുന്നത് നമുക്കറിയാം. ആ നേട്ടങ്ങളിലൊന്ന് മാതൃശിശു മരണനിരക്കിലെ അനുപാതത്തിലാണ്. അതിന് വെല്ലുവിളിയായാണ് ഈ കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്ന പ്രതിഭാസമാണ് ഈ വീടുകളിൽ പ്രസവം എടുക്കുക എന്ന തീരുമാനം. പല കാരണങ്ങൾ കൊണ്ട് ആശുപത്രിയുടെയും വൈദ്യശാസ്ത്രത്തിന്റെയും ഒക്കെ സംവിധാനങ്ങളെയൊക്കെ അവഗണിച്ച് ഈ വീടുകളിൽ നടക്കുന്ന പ്രസവം പല വിധത്തിൽ അപകടങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. ഒരുപാട് പേരുടെ മരണത്തിനിടയാക്കിയിട്ടുണ്ട്. വീട്ടിലെ പ്രസവം കൂടി വന്ന സാഹചര്യത്തിലും അതിൽ തന്നെ മരണങ്ങൾ വർദ്ധിച്ച സമയത്തുമാണ് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് ഒരു പദ്ധതി, ഇല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് വന്നത്. കുഞ്ഞോമന ജനിക്കേണ്ടത് സുരക്ഷിതമായ കരങ്ങളിൽ എന്ന ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിന് ശേഷം വലിയ മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് ആ ക്യാമ്പയിനിൽ, ഇല്ലെങ്കിൽ ആ ബോധവൽക്കരണത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നമുക്ക് ആദ്യം പരിശോധിക്കാം. അതായത് ക്യാമ്പയിന്റെ 3 മാസങ്ങളിൽ 61 ഗാർഹിക പ്രസവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അതായത് ഈ ക്യാമ്പയിൻ ആരംഭിച്ചതിന് തൊട്ടു മുൻപ്, അത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളാണ്. ജനുവരിയിൽ നോക്കിയാൽ 25, ഫെബ്രുവരിയിൽ 13, മാർച്ചിൽ 23, ഇത്രയും ഗാർഹിക പ്രസവങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്കറിയാം, മലപ്പുറം ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലെയും മരണങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അത്രയധികം മരണങ്ങളും അപകടങ്ങളും ഒക്കെ അതിലുണ്ടായിട്ടുണ്ട്. കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന സംഭവങ്ങളും അമ്മയ്ക്ക് മരണം സംഭവിച്ച കാര്യങ്ങളുമുണ്ട്. അതിനുശേഷം, അതായത് ക്യാമ്പയിൻ തുടങ്ങിയതിന് ശേഷം ഉള്ള മാസങ്ങളിൽ, ഏപ്രിലിൽ ആ സംഖ്യയിൽ വന്നിരിക്കുന്ന വ്യത്യാസം നോക്കണം. ഏപ്രിലിൽ 6 പ്രസവം, മെയ്യിൽ 3 പ്രസവം, ജൂലൈയിൽ 4, 5 പ്രസവം. ഈ രീതിയിലാണ് കുറഞ്ഞിരിക്കുന്നത്. കാരണം ആളുകളെ കുറച്ചുകൂടി ബോധവാന്മാരാക്കുക, എന്തുകൊണ്ട് ഇതിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം പരിഹരിക്കുക. സാമൂഹികമായിട്ടുള്ള വ്യത്യാസം അവിടെ ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, ഈ അന്ധവിശ്വാസത്തിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഈ ബോധവൽക്കരണത്തിലൂടെ, ആരോഗ്യവകുപ്പിന്റെ ആ ഒരു പദ്ധതിയിലൂടെ എന്നുള്ളതിന്റെ തെളിവായിരുന്നു ആ കണക്ക്. മറ്റൊന്ന്, ഈ വീട്ടിലെ പ്രസവത്തിന്റെ കാരണങ്ങളാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മൾ ഈ അന്ധവിശ്വാസമുണ്ട്, ചിലരുടെ അമിതമായിട്ടുള്ള വിശ്വാസത്തിന്റെ പുറത്ത് വീട്ടിൽ നിന്ന് ഇന്ന് സംഭവിച്ച കേസ് പോലെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് പല പല കാരണങ്ങളുണ്ട്. കേരളത്തിൽ നമുക്കറിയാം, ക്ലാസ് ഇപ്പോഴും അത് മാറിയിട്ടില്ല. പല ജീവിത സാഹചര്യത്തിലുള്ള ആളുകളാണ് അത്തരത്തിൽ, അതായത് ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുക, ഇത് പ്രചരിപ്പിക്കുക. ഇതിനെതിരെ നമുക്കറിയാം, ഒരു പൊതുസമൂഹം അതിനെതിരെ ഉണരേണ്ടതുണ്ട്. ഈ മാതൃശിശു മരണ നിരക്ക് കുറയ്ക്കുന്നതിൽ മികച്ച മാതൃക തീർത്ത കേരളമാണ്. ആ കേരളത്തിന്റെ നേട്ടത്തെ പിന്നോട്ടടുപ്പിക്കൽ കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ. ഇത് മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ആരോഗ്യ വിഭാഗത്തിൽ എത്രത്തോളം ഉയരം നിൽക്കുന്നവരാണ്. അപ്പോഴാണ് ഈ പല കാരണങ്ങൾ കൊണ്ട് ഇത്തരം സംഭവങ്ങളിലൂടെ നമ്മളെ പിന്നോട്ടടിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ ആദ്യം പരിശോധിക്കുന്നു. വീട്ടിലെ പ്രസവത്തിന്റെ കാരണങ്ങൾ ഒന്ന്, പിന്നോക്ക സാമൂഹിക സാഹചര്യങ്ങളാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ സാഹചര്യങ്ങൾ മാറ്റേണ്ടതുണ്ട്. പലർക്കും ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു കാര്യമുണ്ട്. ആശുപത്രിയിലേക്ക് എത്താനോ, ഇല്ലെങ്കിൽ ആശുപത്രിയിൽ ചികിത്സ തേടാനോ, ആശുപത്രിയിൽ വന്ന് ചികിത്സിച്ച് പ്രസവിച്ച് തിരിച്ചു പോകാനോ ഒന്നുമുള്ള സാഹചര്യം ഇല്ലാത്ത മനുഷ്യർ ഇപ്പോഴും കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഗതാഗത സൗകര്യക്കുറവാണ്. നമുക്കറിയാം, പ്രസവവേദനയുണ്ട്. നമ്മൾ പല ഊരുകളിലും ആദിവാസികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ, ആ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ എത്ര ആളുകളെയാണ് പ്രസവം നടക്കുന്ന സമയത്ത്, ഇല്ലെങ്കിൽ പ്രസവത്തിനായി എത്തിക്കാൻ വൈകിയ സമയത്ത്, വാഹനമില്ലാതെ ഇവർക്ക് വരാൻ സാധിക്കാത്ത സമയത്ത്, ഇല്ലെങ്കിൽ അവിടെ തന്നെ നടക്കുന്ന പ്രസവങ്ങളിൽ എത്ര കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ആ കണക്ക് നോക്കിയാൽ മനസ്സിലാവും. മറ്റൊന്ന്, ആശുപത്രിയിലെ പ്രസവത്തിന്റെ ചെലവ് പലർക്കും താങ്ങാവുന്നതിനപ്പുറമാണ്. മറ്റൊന്ന്, അലോപ്പതിയോടുള്ള എതിർപ്പ്, അത് കൂടിക്കൂടി വരുന്നുണ്ട്. മറ്റ് പല രീതികളും പരീക്ഷിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അലോപ്പതിയിലെ എതിർപ്പ് കൂടി വരുന്നുണ്ട്. നാച്ചുറോപ്പതി, അക്യുപങ്ചർ ചികിത്സയിലാണ്. അക്യുപങ്ചറുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് നിരവധി വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അക്യുപങ്ചറിലൂടെ കുഞ്ഞു മരിച്ചത് നമ്മൾ കണ്ടു, അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായത് നമ്മൾ കണ്ടു. ശേഷം ഇവരെല്ലാം പോകുന്നത് ആശുപത്രികളിലേക്കാണ് എന്നതാണ് അതിന്റെ മറ്റൊരു യാഥാർത്ഥ്യം. ഈ അവസ്ഥകളൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക്, ഇല്ലെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ പ്രസവിക്കാമെന്ന തീരുമാനത്തിലേക്ക്
കാര്യങ്ങളെ എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഈ ജീവനെടുക്കുന്ന വീട്ടിലെ പ്രസവങ്ങളിൽ നിയമനിർമ്മാണം വേണ്ടേ? അതായത് നമുക്ക് നിയമപരമായിട്ട് ഇതിനെ എങ്ങനെ നേരിടാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ചർച്ചകൾ തുടങ്ങിയിട്ട് ഒരുപാടായി. നമുക്കറിയാം, വീട്ടിൽ പ്രസവിച്ചാൽ എന്താ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും അത് ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത്ഭുതം ഉണ്ടാക്കുന്നത്. പല സങ്കീർണമായ സാഹചര്യങ്ങളിലും നമുക്കറിയാം, ശാസ്ത്രീയ ഉപകരണങ്ങളൊക്കെ വേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടാവും. അതൊന്നും നമുക്ക് വീടുകളിൽ ലഭിക്കില്ല, ഒന്നാമത്തെ കാരണം. മറ്റൊന്ന്, കുഞ്ഞിനെ പുറത്തെടുക്കുമ്പോഴത്തെ ഒരു അശ്രദ്ധ കാരണം പിന്നീട് ആ കുഞ്ഞിന് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. മാത്രവുമല്ല, വേണ്ടത്ര ശുചിത്വമില്ലെങ്കിൽ ഈ അമ്മയ്ക്കും കുഞ്ഞിനും അണുബാധയുണ്ടാകാം. നമുക്ക് കുഞ്ഞ് ജനിക്കുമ്പോൾ, അതായത് ആ പ്രത്യക്ഷത്തിലുള്ള വൈകല്യങ്ങൾക്കപ്പുറമുള്ള വൈകല്യങ്ങൾ ഉണ്ടോ എന്നറിയാൻ ഈ പ്രസവത്തിന് ശേഷം ആശുപത്രികളിൽ കുഞ്ഞുങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കും. ആ സംവിധാനം വീട്ടുപ്രസവത്തിൽ കുഞ്ഞിന് ലഭിക്കില്ല. മറ്റൊന്ന്, ഭാവിയിൽ വരാനിടയുള്ള അസുഖങ്ങളുടെ ലക്ഷണം അറിഞ്ഞുള്ള ചികിത്സ, ആ ചികിത്സ കുഞ്ഞിന് ലഭിക്കില്ല. അങ്ങനെ പല പ്രശ്നങ്ങൾ ഈ വീട്ടിലെ പ്രസവത്തിലുണ്ട്. നിയമപരമായ ഈ വിഷയത്തിൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ച് ഈ വീട്ടുപ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരെ തിരിച്ചറിഞ്ഞാലും നടപടിയെടുക്കാൻ കഴിയാത്തൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ പലരും വീടിന് മുന്നിൽ പ്രസവം എടുക്കുന്നു, ഇല്ലെങ്കിൽ അക്യുപഞ്ചർ എന്നൊക്കെ ബോർഡ് വെച്ച് ഇരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം അവർക്ക് ഭയക്കേണ്ട, അവർക്ക് നിയമത്തെ ഭയക്കേണ്ട. കാരണം അത്തരത്തിലൊരു നിയമമില്ല. അത് ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കുഞ്ഞ് മരിച്ചാൽ ആ കുടുംബത്തിന് പോയി എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് വിടുകയല്ലാതെ നിയമപരമായിട്ട് ഇവരെയൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് മറ്റ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ഫിലിപ്പീൻസിലൊക്കെ 2008 വീട്ടുപ്രസവം നിരോധിക്കുന്ന നയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ ഈ രക്ഷിതാക്കൾ, അതായത് വീട്ടിൽ പ്രസവിക്കുന്ന രക്ഷിതാക്കൾ വലിയൊരു സംഖ്യ പിഴയടക്കണം. അതുപോലെ തന്നെ അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യം സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമൊക്കെ ആണെങ്കിൽ ഈ അമ്മമാർക്കുള്ള അതേ അവകാശം ആ കുഞ്ഞിനും ലഭിക്കേണ്ടതുണ്ട്. അത് സ്റ്റേറ്റ് നൽകേണ്ടതുമുണ്ട്. ആ രീതിയിൽ തന്നെ അതിനെ നിയമപരമായി കൈകാര്യം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഗുണം ചെയ്യുക എന്ന് തോന്നുന്നു, ഇത്രയധികം മരണങ്ങൾ സംഭവിക്കുമ്പോൾ. മറ്റൊന്ന്, ഈ സ്പെയിനിലും ബ്രസീലിലും അർജന്റീനയിലും ഒക്കെ ഈ വീട്ടുപ്രസവത്തിന് സഹായം ചെയ്യുന്നവരുടെ പേരിൽ പോലും നിയമ നടപടി സ്വീകരിക്കുന്നുണ്ട്. കടുത്ത ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റകൃത്യമായിട്ട് ഇതിനെ മാറ്റണമെന്നാണ് ഡോക്ടേഴ്സിന്റെ സംഘടന പോലും ആവശ്യപ്പെടുന്നത്. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇന്നിപ്പോൾ ഇടുക്കിയിൽ നിന്ന് ആ വാർത്ത വരുന്നത്. ഇടുക്കി മണിയാറൻകുടിയിലാണ്, അവിടെ വീട്ടിൽ വെച്ച് പ്രസവം എടുക്കുന്നതിനിടയിലാണ് ഒരു കുഞ്ഞുകൂടി ഇന്ന് മരിച്ചത്. പാസ്റ്ററായിട്ട് ജോലി ചെയ്യുന്ന ആളുടെ കുഞ്ഞാണ്. ജോൺസൺ ബിജി എന്ന ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത്. ഇവരും ഈ പറഞ്ഞതുപോലെ വിശ്വാസപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ചികിത്സ തേടിയിരുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. ആ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും മുഹമ്മദ് ആഷിഖ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. ഇടുക്കി ചെറുതോണിക്കടുത്ത് മണിയാറൻകുടി എന്ന സ്ഥലത്ത് ജോൺസൺ എന്നയാളുടെ ഭാര്യ ബിജി പ്രസവിക്കുന്നു. പ്രസവാനന്തര ചികിത്സയും മറ്റും നൽകാത്തതിനെ തുടർന്ന് നവജാത ശിശു മരണപ്പെടുന്നു. തുടർന്ന് ഈ വിവരം അറിഞ്ഞ തൊട്ടടുത്തുള്ള PHSCയിലുള്ള ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ വീട്ടിലേക്ക് എത്തുകയും പരിശോധന നടത്തുകയും ചെയ്യുന്നു. കുട്ടി മരണപ്പെട്ട വിവരം സ്ഥിരീകരിക്കുന്നു. അമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റണം എന്നാവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഇതിന് ഭർത്താവ് ജോൺസൺ തയ്യാറായില്ല. വിശ്വാസപ്രകാരം ചികിത്സയ്ക്ക് വിധേയരാകാൻ തയ്യാറല്ല എന്ന നിലപാടായിരുന്നു ജോൺസൺ സ്വീകരിച്ചിരുന്നത്. കുട്ടിയെയും മാതാവിനെയും ആശുപത്രിയിൽ മാറ്റാൻ അദ്ദേഹം തയ്യാറായില്ല. തുടർന്ന് പോലീസിന് വിവരം അറിയിക്കുന്നു. ഇടുക്കി പോലീസ് CIയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ചെയ്യുന്നു. ഉടനടി തന്നെ മാതാവിനെയും ഈ മരണപ്പെട്ട കുട്ടിയെയും ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് അവരെ മാറ്റുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ എത്തിയിട്ട് കൂടിയും പ്രസവാനന്തര ശുശ്രൂഷകളും മറ്റും നൽകുവാൻ ജോൺസൺ തയ്യാറായില്ല എന്നുള്ളതാണ്. ചികിത്സിച്ച് പ്രാർത്ഥിച്ച് ചികിത്സ രോഗശമനമുണ്ടാക്കാം എന്ന നിലപാട്, എന്ന വിശ്വാസം പിൻപറ്റുന്ന ആളാണ് തങ്ങൾ എന്ന നിലപാടായിരുന്നു ജോൺസൺ സ്വീകരിച്ചിരുന്നത്. ജോൺസൺ തിരുവല്ലയിൽ കുറച്ചു കാലം പ്രവർത്തിച്ചു വരുന്ന, ജോലി നോക്കി വരുന്ന പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ഒരു വൈദികനാണ്, പാസ്റ്ററാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം കുറച്ചു കാലമായി ഭാര്യയോടൊപ്പം മണിയാറൻകുടിയിൽ താമസിച്ചു വരികയായിരുന്നു. പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഘട്ടത്തിലും ചികിത്സ നൽകുവാൻ, ബിജിക്ക് ചികിത്സ നൽകുവാൻ തയ്യാറായിട്ട് അത്തരത്തിലുള്ള അതിനെ നമ്മൾ മണ്ടത്തരങ്ങൾ എന്ന് തന്നെ പറയേണ്ടതുണ്ട്. കാരണം അത്തരം സംഭവങ്ങളാണ് ആളുകളുടെ ജീവൻ ഇല്ലാതാക്കുന്നത്. നമുക്ക് ഈ നെല്ല് കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രസവവേദന വന്ന് ആർക്കും ഒരു ശല്യവും ഉണ്ടാക്കാതെ തൊട്ടടുത്ത മുറിയിൽ പോയി പ്രസവിച്ചു വന്നു എന്നൊക്കെയുള്ള മുത്തശ്ശിമാരുടെ പഴങ്കഥകൾ നമ്മൾ കേട്ടു പഴകിയതാണ്. അത്തരം കഥകൾ രൂപവും ഭാവവും ഒക്കെ മാറ്റി പുതിയ കാലത്തും പ്രചരിപ്പിക്കുന്നുണ്ട്. അന്ധവിശ്വാസത്തിന്റെ ഇരകളാകുന്ന, ഇല്ലെങ്കിൽ ബലിയാടാകുന്ന നിരവധി പേരുണ്ടാകുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ കാര്യം എടുത്താൽ നമുക്കറിയാം, 1,00,000 പ്രസവം ഉണ്ടാകുമ്പോൾ അതിൽ 97 മാതൃമരണങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ച് ഇത് 19 മാത്രമാണ്. ഈ നിലയിലേക്ക് നമ്മുടെ മാതൃശിശു മരണങ്ങൾ കുറച്ചുകൊണ്ടുവന്നതിന് പിന്നിൽ വർഷങ്ങളായി എടുത്ത പ്രയത്നമുണ്ട്. എന്നിട്ടും അതിന് കോട്ടം തട്ടുന്ന വിധത്തിൽ ഇപ്പോഴും ചിലയിടങ്ങളിൽ ഈ വീട്ടിലെ പ്രസവങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് ഇല്ലാതാക്കേണ്ടതുണ്ട്. നഷ്ടപ്പെടുന്നത് ജീവനുകളാണ്.